ഉയർത്തി നോക്കുമ്പോൾ മനം കവർന്ന രാഹുൽ, കൈനീട്ടി പ്രണയം പറഞ്ഞ രാജ്. അയാൾ വന്നാൽ സ്ക്രീനിൽ ഒരു മാജിക് ഉണ്ട്. അയാൾ ചിരിച്ചാൽ നമ്മളും ചിരിക്കും. കരയുമ്പോൾ കാണുന്നവരുടെ കണ്ണിൽ കണ്ണീർ പൊട്ടും. സ്ക്രീനിലെ ആ മജീഷ്യനെ ലോകം വിളിക്കുന്ന പേര് കിങ് ഖാൻ. അതെ, ഇന്ത്യൻ സിനിമ ഒരു സാമ്രാജ്യമാണെങ്കിൽ ആ സാമ്രാജ്യത്തിലെ ബാദ്ഷാ ഷാരൂഖ് ഖാൻ. ആയിരത്തി 1965 നവംബർ 2 ന്യൂഡൽഹിയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച പയ്യൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യൻ നടനായി മാറിയത് എങ്ങനെയായിരിക്കും? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന എന്തോ ഒരു മാജിക് ആ പയ്യനുണ്ടായിരുന്നു. ആഗ്രഹിച്ചതെല്ലാം അയാൾ നേടി. കാമുകിയെ തേടി ആദ്യമായി മുംബൈയിലെത്തിയപ്പോൾ അയാൾ കൂടെയുള്ള സുഹൃത്തിനോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഒരിക്കൽ ഞാൻ ഇവിടുത്തെ രാജാവാകും. അന്ന് എന്റെ കൂടെ ഭാര്യയായി ഈ കാമുകിയും ഉണ്ടാകും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മീർ താജ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഷാരൂഖിന്റെ പിതാവ്. മീർ താജ് ജനിച്ചത് പാകിസ്ഥാനിലെ പെഷാവാറിലാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ബോളിവുഡിന്റെ ഫൗണ്ടേഷൻ ലെജൻഡ്സ് ആയ ദിലീപ് കുമാറും രാജ് കപൂറും എല്ലാം ജനിച്ചത് ഇവിടെയാണ്. കാലം ഗംഭീരനായ ഒരു സിനിമാക്കാരനെ പോലെയാണ്. ഷാരൂഖിന്റെ ജീവിതം ഒരു സിനിമയാണെങ്കിൽ അതിന്റെ ഫ്ലാഷ് ബാക്കിൽ ദിലീപ് കുമാറിനെയും രാജ് കപൂറിനെയും കാണാം. അവരിൽ നിന്നാണ് സിനിമയുടെ അഴക് അയാൾ മനസ്സിലാക്കിയത്. ഞാൻ അഭിനയം പഠിച്ചത് ദിലീപ് കുമാറിനെ കണ്ടാണ്, പ്രേമിക്കാൻ പഠിച്ചത് രാജ് കപൂറിൽ നിന്നാണെന്ന് ഷാരൂഖ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അയാൾ അഭിനയം തുടങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തവർ മുതൽ അയാളെക്കാൾ 10ഉം 20ഉം വയസ്സിന് പ്രായക്കൂടുതലുള്ളവർ വരെ പ്രണയ നായകനായി കാണുന്നത് ഇന്ന് 60 വയസ്സ് പൂർത്തിയാകുന്ന ഈ മനുഷ്യനെയാണ്. കുട്ടിക്കാലത്ത് ക്രിക്കറ്റിലും ഫുട്ബോളിലും മിടുക്കനായ കുട്ടി അഭിനയ ലോകത്തേക്ക് എത്തുന്നത് കോളേജ് കാലത്താണ്. ഡൽഹി ഹാൻസ് രാജ് കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിലൂടെ അഭിനയത്തിലേക്ക്. ബാരി ജോണിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ജീവിത നിയോഗം അവൻ തിരിച്ചറിഞ്ഞു. ഐ വാണ്ട് ടു ആക്ട്. പൗലോ കോയിലോയുടെ ആൽക്കമിസ്റ്റിലെ വാക്കുകൾ കടമെടുത്ത് ഷാരൂഖ് സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്നിനെ തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഇത് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച മനുഷ്യനാണ് അയാൾ. 1988 ചിത്രീകരണം ആരംഭിച്ച ദിൽദാരിയ എന്ന സീരിയലിലാണ് ഷാരൂഖ് ആദ്യമായി അഭിനയിച്ചത്. പക്ഷേ രാജ്കുമാർ കപൂർ സംവിധാനം ചെയ്ത 1989 പുറത്തിറങ്ങിയ ഫൗജി എന്ന പരമ്പരയിലൂടെയാണ് ആദ്യ ടെലിവിഷൻ അരങ്ങേറ്റം. ഫൗജിയിലെ അഭിമന്യു റായ് എന്ന ചെറുപ്പക്കാരനെ അന്ന് മുതൽ തന്നെ ഇന്ത്യൻ TV പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണണം. അതുകൊണ്ടാകും സർക്കസ്, ഇഡിയറ്റ്, ഉമ്മീദ്, ബാഗ്ലെ കി ദുനിയ, അരുന്ധതി റോയുടെ ഇൻ വിച്ച് ആനി ഗിവ്സ് ഇറ്റ്സ് തോസ് വൺസ് എന്ന സിനിമയിലും അയാൾ വേഷമിട്ടത്. ടെലിവിഷൻ കാലത്ത് തന്നെ ദിലീപ് കുമാറിന്റെ രൂപഭാവങ്ങളുമായി ഷാരൂഖിനെ താരതമ്യം ചെയ്തു തുടങ്ങിയിരുന്നു. പക്ഷേ ആ സമയത്ത് എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം സിനിമയിലേക്ക് പോകാൻ മടിച്ചിരുന്നതായി ഷാരൂഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാരൂഖിനെ എന്തുകൊണ്ടാകും ആളുകൾക്ക് ഇത്ര ഇഷ്ടം? ഒരു ശരാശരി ഇന്ത്യൻ ചെറുപ്പക്കാരന്റെ എല്ലാ ആവലാതികളും സ്വപ്നങ്ങളും പേറി മുംബൈയിലെത്തിയ ചെറുപ്പക്കാരന്റെ ജീവിതം തന്നെയാണ് അതിനുള്ള ഉത്തരം. 16-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച പിതാവിന്റെ മരണം. അസുഖം മൂർച്ഛിച്ച പിതാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അന്ന് വരെ കാർ ഓടിക്കാത്ത കുട്ടി ആദ്യമായി സ്റ്റിയറിംഗ് പിടിച്ചു. നീ എന്നു മുതലാണ് കാർ ഓടിക്കാൻ പഠിച്ചതെന്ന് ചോദിച്ച ഉമ്മയോട് ദേ ഇപ്പോ എന്നാണ് അവൻ മറുപടി പറയുന്നത്. ആ യാത്രയിൽ പിതാവിനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവനായില്ലെങ്കിലും ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് എങ്ങനെ നിയന്ത്രിക്കണം എന്ന് അവൻ പഠിച്ചു. പിതാവിന്റെ മരണത്തോടെ അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതം മാറി. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ ചുമലുകളിലായി. അച്ഛന്റെ മരണത്തോടെ വിഷാദ രോഗത്തിലേക്ക് നീങ്ങിയ സഹോദരിയെയും ഒപ്പം ചേർത്ത് അവൻ യാത്ര തുടങ്ങി. ഇതിനിടയിൽ എപ്പോഴോ ഗൗരി എന്ന പെൺകുട്ടി ആ കൗമാരക്കാരന്റെ ജീവിതത്തിലേക്ക് എത്തി. മുംബൈയിലേക്ക് പോയ ഗൗരിയെ തേടി അവൻ മുംബൈയിലെത്തുന്നു. ഒരു ബോളിവുഡ് സിനിമ പോലെ ഒരു പ്രണയകഥ. പ്രിയപ്പെട്ട ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ അയാൾ ത്യജിച്ചില്ല. ഗൗരിക്കൊപ്പം സിനിമയെയും അയാൾ പ്രണയിച്ചു. കുടുംബത്തെ ചേർത്ത് പിടിച്ചു. എല്ലാം നേടി. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ ഒപ്പമുണ്ടാകുമെന്ന് അയാൾ തെളിയിച്ചു. 1992 പുറത്തിറങ്ങിയ ദീവാനയാണ് ഷാരൂഖിന്റെ ആദ്യ സിനിമ. ഋഷി കപൂറിനും ദിവ്യ ഭാരതിക്കും ഒപ്പം സുപ്രധാന വേഷം. ഒരു തുടക്കക്കാരന് കിട്ടാവുന്ന ഏറ്റവും മികച്ച അവസരം. ബോളിവുഡിൽ അന്ന് ഏറ്റവും ഡിമാൻഡുള്ള താരങ്ങളാണ് ഋഷി കപൂറും ദിവ്യ ഭാരതിയും. ആദ്യ സിനിമ തന്നെ ഗംഭീരമാക്കിയ അരങ്ങേറ്റക്കാരൻ ബോളിവുഡിൽ ചർച്ചയായി. തൊട്ടടുത്ത വർഷമാണ് ഷാരൂഖിന്റെ കരിയറിലും ബോളിവുഡിലും ബാസീഗർ സംഭവിക്കുന്നത്. അതൊരു സംഭവം തന്നെയായിരുന്നു. അന്ന് വരെ ഹീറോകൾ അടക്കിവാണ ബോളിവുഡിൽ ജനഹൃദയം കീഴടക്കിയ സുന്ദരനായ വില്ലൻ അവതരിച്ചു. ബാസീഗർ എന്ന വാക്കിന് മജീഷ്യൻ എന്നൊരു അർത്ഥമുണ്ട്. ബാസീഗറിൽ ഷാരൂഖിന്റെ ക്യാരക്ടറിന്റെ പേര് എത്ര പേർക്ക് അറിയാം? പക്ഷെ അതിലെ പാട്ടുകളും ഡയലോഗും ഇന്നും പലർക്കും കാണാപ്പാടമാണ്. അതിലൊരു ഡയലോഗുണ്ട്, അതെ, ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടി വരും, പക്ഷെ തോറ്റിട്ടും ജയിക്കുന്നവനെ ബാസീഗർ എന്ന് വിളിക്കും.
അതിന് പിന്നാലെ ധർ, അതിലും വില്ലൻ ഷാരൂഖ് തന്നെ. ബോളിവുഡിൽ പുതിയൊരു വില്ലൻ അവതരിച്ചിരിക്കുന്നു എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എത്തുന്നത്. മുംബൈയിലെ മറാത്ത മന്ദിർ തിയേറ്ററിൽ ഇന്നും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന സിനിമ. 95-ലാണ് കടുകുപാടത്തിന്റെ നടുവിൽ നിന്ന് ഇരു കൈകളും ഉയർത്തി രാജ് സിമ്രനെ തന്റെ പ്രണയത്തിലേക്ക് ക്ഷണിക്കുന്നത്. 30 കൊല്ലം കഴിഞ്ഞിട്ടും ഒട്ടും നിറം മങ്ങിയിട്ടില്ല ആ പ്രണയത്തിന്. ഇന്ത്യൻ യുവാക്കളെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് താനാണെന്ന് ഷാരൂഖ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ശേഷമാണ് ഷാരൂഖിനെ കിങ് ഓഫ് റൊമാൻസ് എന്ന് ലോകം വിളിച്ചത്. പിന്നെ ദിൽ തോ പാഗൽ ഹെ, കുച്ച് കുച്ച് ഹോത്താ ഹെ, പർദേശ്, ദിൽ ഹെ ഹിന്ദുസ്ഥാനി, അങ്ങനെ നീളുന്ന സിനിമകൾ. സ്വദേശ്, ചക് ദേ ഇന്ത്യ, മൈ നെയിം ഈസ് ഖാൻ എന്നിവയിലൂടെ വെറുമൊരു റൊമാന്റിക് ഹീറോ മാത്രമല്ല താനെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, നിലപാടുണ്ട് എന്ന് വിളിച്ചു പറയാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വകാര്യ ജീവിതം പലപ്പോഴും പൊതുവിചാരണയ്ക്ക് വിധേയമാക്കാൻ വിധിക്കപ്പെട്ട നടൻ കൂടിയാണ് ഷാരൂഖ് ഖാൻ. അയാളെ തന്നെ വിശേഷിപ്പിച്ചത് പാതി ഹൈദരാബാദി, പാതി പഠാൻ, അല്പം കശ്മീരി എന്നാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ നാടിന്റെ മുദ്രാവാക്യം സ്വന്തം വീട്ടിൽ നിന്നും തുടങ്ങിയ മനുഷ്യൻ. ജീവിതം അയാൾക്ക് എളുപ്പമായിരുന്നില്ല. പിതാവിന്റെ മരണം നൽകിയ ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പ് അമ്മയെയും നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ കാലിടറിയ സഹോദരി. വേദനകൾ മറക്കാൻ അയാൾ പല കഥാപാത്രങ്ങളായി പല കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. നഷ്ടങ്ങളും വിമർശനങ്ങളും വേദനകളും എല്ലാം നേരിട്ടു. പക്ഷെ ഒരിക്കലും പിന്നോട്ട് പോയില്ല. അവന്റെ ഓരോ ചിരിയിലും ഒരു പ്രതീക്ഷയുണ്ട്, ഓരോ വാക്കിലും പ്രണയമുണ്ട്, ഓരോ വീഴ്ചയിലും ഒരു തിരിച്ചുവരവുണ്ട്. He came, he conquered and he still rule our hearts. The king of hearts, the king of Bollywood.